Hi students, നമുക്ക് നമ്മുടെ 6th ചാപ്റ്ററിന്റെ സെക്കൻഡ് സെക്ഷനിലേക്ക് പോകാം. സെക്കൻഡ് സെക്ഷൻ ഇതാണ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻസ്. നമുക്ക് ടോപ്പിക്ക് കേട്ടാൽ തന്നെ അറിയാം, ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫംഗ്ഷൻ, ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫംഗ്ഷൻ. അത് തന്നെയാണ്. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് തന്നെ നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് നമ്മൾ വരച്ചാൽ ഇതിനെ ഇങ്ങനെ ജോയിൻ ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു പാരാബോള. നമ്മൾ ഓൾറെഡി ഇതൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു പാരാബോളയാണ് നമുക്ക് എന്തായിട്ട് വരിക, ഇതിന്റെ ഗ്രാഫായിട്ട് വരിക. ഇനി നോക്കിക്കേ, നമുക്ക് റിയൽ ലൈനില് വാല്യൂസ് എങ്ങനെയാണ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകും തോറും എക്സിന്റെ വാല്യൂസ് കൂടിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പൊ ഇനി നമുക്ക് നോക്കാം, ഈ -2-നും 0-ക്കും ഇടയ്ക്ക് നമ്മുടെ ഫംഗ്ഷന്റെ സ്വഭാവം എന്താണെന്ന് നോക്കാം. നമുക്ക് ഇതിങ്ങോട്ടും ജോയിൻ ചെയ്യാം. ഇത് -2-വിൽ നിന്ന് -2 ഏറ്റവും ലെഫ്റ്റ്, ഇപ്പൊ ഞാൻ പറയുന്നതിൽ ഏറ്റവും ലെഫ്റ്റിലുള്ളത് ഏതാണ്, -2 ആണ്. -2-വിൽ നിന്ന് 0-ലേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ കൂടി വരിക. എക്സിന്റെ വാല്യൂ കൂടി വരുന്തോറും ഫംഗ്ഷൻ എന്താ സംഭവിക്കുന്നത് നോക്കിയേ. എക്സിന്റെ വാല്യൂ -2 ആയിരുന്നപ്പോൾ നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. ഈ -2-നേക്കാൾ കുറച്ച് ഇപ്പുറത്തേക്ക് മാറി കഴിയുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇപ്പൊ അങ്ങനെ കുറഞ്ഞ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ കുറഞ്ഞാണ് വരിക. അതായത് നമ്മുടെ എക്സിന്റെ വാല്യൂ -2-വിൽ നിന്ന് 0-യിലേക്ക് കൂടി വരുമ്പോഴേക്കും നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ എന്ത് സംഭവിക്കുന്നുണ്ട്, 4-ൽ നിന്ന് 0-യിലേക്ക് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അല്ലെ. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 0 മുതൽ 2 വരെ നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇൻക്രീസ് ചെയ്യുന്തോറും, എക്സിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്തോറും ഫംഗ്ഷൻ എന്താണ് സംഭവിക്കുക, ആ ഫംഗ്ഷന്റെ വാല്യൂ കൂടി വരികയാണ് ചെയ്യുക. അതായത് നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ റിയൽ, ഞാനിപ്പോ -2-നും 2-നും ഇടയ്ക്ക് ഈ രണ്ട് ഇന്റർവെല്ലിൽ കാണിച്ചു എന്നേ ഉള്ളൂ. ഇപ്പുറത്തോട്ട് പോകുന്തോറും ഇത് തന്നെയാണ് ഫംഗ്ഷൻ സംഭവിക്കുക. ഏറ്റവും ലെഫ്റ്റിലുള്ള ഒരു നെഗറ്റീവ് റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരും തോറും ഫംഗ്ഷൻ 0 വരെ ഫംഗ്ഷന്റെ വാല്യൂ വലുതിൽ നിന്ന് ചെറുതിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇത് ഇങ്ങനെ അങ്ങ് പോകുന്ന ഫംഗ്ഷൻ ആണെന്ന് അറിയാലോ അല്ലെ. അതുപോലെ തന്നെ 0-യിൽ നിന്ന് ലാർജ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സിലേക്ക് പോകും തോറും നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ഫംഗ്ഷൻ ഈ ഒരു ഇന്റർവെല്ലിൽ അല്ലെങ്കിൽ 0-യുടെ ലെഫ്റ്റിൽ ഡിക്രീസിങ്ങും 0-യുടെ റൈറ്റിൽ ഇൻക്രീസിങ്ങും ആണ് എന്ന് പറയാൻ പറ്റും. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. ഇപ്പൊ നമ്മളതിനെ തിയററ്റിക്കൽ ആയിട്ട് പറയുമ്പോൾ എങ്ങനെയിരിക്കും, നമ്മുടെ ഒരു ഫംഗ്ഷൻ എഫ് ഡിഫൈൻഡ് ഇൻ ദി ഇന്റർവെൽ ഐ എന്ന് പറയുന്ന ഒരു ഇന്റർവെല്ലിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ, അതിനെ നമ്മൾ ഇൻക്രീസിങ് ഡിക്രീസിങ് എന്ന് പറയുന്നതിന്റെ കൂടെ സ്ട്രിക്ട്ലി ഇൻക്രീസിങ്, സ്ട്രിക്ട്ലി ഡിക്രീസിങ്, ഇൻക്രീസിങ് ഡിക്രീസിങ്, അങ്ങനെ നാലായിട്ടാണ് ഡിഫൈൻ ചെയ്യുക. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, ഇഫ് x1 x2 ബിലോങ്സ് ടു ഐ. നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഫംഗ്ഷന്റെ ഡൊമൈൻ ഇവിടെ വരുമ്പോൾ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ഈ ഒരു ഡൊമൈനിൽ x1 ലെസ് ദാൻ x2 നമ്മൾ എടുത്തു കഴിഞ്ഞാല് ഫംഗ്ഷൻ f ഓഫ് x1 ലെസ് ദാൻ f ഓഫ് x2 ആണ് എങ്കിൽ നമ്മൾ ഈ ഫംഗ്ഷനെ, നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനെ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ ഐ എന്ന് പറയും. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, -2-നും 0-ക്കും ഇടയിൽ നമ്മുടെ ഈ പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണെന്ന് പറയാം. അല്ലെങ്കിൽ 0-ക്കും 2-നും ഇടയിൽ നമ്മളിപ്പം 1-ഉം 2 എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, എഫ് ഓഫ് 1, അപ്പൊ ഈ 1 ലെസ് ദാൻ 2 ആണ് അല്ലെ. ഇപ്പൊ എഫ് ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക, 1 വരും. ലെസ് ദാൻ എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 2-ന്റെ സ്ക്വയർ 4 ആണ്. 1 ലെസ് ദാൻ 4 ആണ് അല്ലെ. ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും, ദിസ് ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഇൻ ദ ഇന്റർവെൽ 0-2. ഇപ്പൊ നമ്മൾ പറഞ്ഞ 0-2 ആണ്, 0-2 അല്ലെങ്കിൽ 0-to ഇൻഫിനിറ്റി നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി സ്ട്രിക്ട്ലി ഡിക്രീസിങ് അങ്ങനെയാണെങ്കിൽ സ്ട്രിക്ട്ലി ഡിക്രീസിങ് എങ്ങനെയായിരിക്കും, എഫ് ഓഫ് x1 ലെസ് ദാൻ x2-ന് എഫ് ഓഫ് x1 ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് x2 ആണെങ്കിൽ നമ്മൾ ഇതിനെ എന്തെന്ന് പറയും, സ്ട്രിക്ട്ലി ഡിക്രീസിങ് എന്ന് പറയും. ഇനി ഇൻക്രീസിങ് എന്നും ഡിക്രീസിങ് എന്നും പറയണമെങ്കിൽ ഒരു കാര്യം കൂടെ വേണം. അതായത് x1 ലെസ് ദാൻ x2 ആയിരിക്കുമ്പോൾ എഫ് ഓഫ് x1
ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. എഫ് ഓഫ് എക്സ് വൺ ലെസ് ദാൻ എഫ് ഓഫ്, ഇവിടെ നമുക്ക് കറക്റ്റ് എക്സ് വണ്ണും എക്സ് ടുവും തമ്മിലുള്ള വ്യത്യാസം അനുസരിച്ച് നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ കൃത്യമായിട്ട് കുറയുന്നുണ്ട്, നമുക്ക് കണ്ടാൽ അറിയാം അല്ലേ. അപ്പൊ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിനെ സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് എന്ന് പറയാം. അതേസമയം ഇവിടെയാണെങ്കിലോ കറക്റ്റ് ആയിട്ട് എക്സിന്റെ വാല്യൂ കൂടുന്തോറും ഫംഗ്ഷന്റെ ഓരോ വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ട് ഫംഗ്ഷൻ കൂടി കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എഫ് ഓഫ് എക്സ് വൺ ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ടു ആണ്. അതുകൊണ്ട് ഇത് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണ്. അതേസമയം ചില ഫംഗ്ഷൻസിൽ എഫ് ഓഫ് എക്സ് വൺ ലെസ് ദാൻ എക്സ് ടു ആയാലും ചിലപ്പം എഫ് ഓഫ് എക്സ് വണ്ണും എഫ് ഓഫ് എക്സ് ടുവും ഈക്വലും ആകാം, ചില വാല്യൂസിൽ ഈക്വൽ ആകാം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് വൺ എക്സ് ടു എടുത്തു കഴിഞ്ഞാൽ ആ ചില വാല്യൂസിലൊക്കെ എഫ് ഓഫ് എക്സ് വൺ ലെസ് ദാൻ ആകാം, ചില വാല്യൂസിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടുവും ആകാം. ഈ രണ്ട് കണ്ടീഷൻസും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ എന്ന് വിളിക്കും. അപ്പൊ അവിടെ സ്ട്രിക്ട്ലി എന്നുള്ളതില്ല, ഇൻക്രീസിംഗ് എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് എന്നുള്ളത് ഡിക്രീസിംഗ് ആകാൻ എന്ത് മതിയാവും? എഫ് ഓഫ് എക്സ് വൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ആയാൽ നമ്മളിതിനെ ഡിക്രീസിംഗ് ഫംഗ്ഷൻ എന്ന് വിളിക്കും. അപ്പൊ നമ്മളിപ്പോ ഈ വരച്ച ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മുതൽ ഇവിടം വരെ സ്ട്രിക്ട്ലി ഡിക്രീസിംഗും ഇവിടുന്ന് ഇവിടം വരെ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗും ആണ്. അല്ലെങ്കിൽ സീറോയുടെ ലെഫ്റ്റിൽ ഇത് സ്ട്രിക്ട്ലി ഡിക്രീസിംഗും സീറോയുടെ റൈറ്റിൽ ഇത് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗും ആണ്. ഇനി നമുക്ക് സ്ട്രിക്ട്ലി എന്നുള്ളതിന് പകരം ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് ആ ഒരു കണ്ടീഷൻ വരുന്ന ഒന്ന് രണ്ട് ഫംഗ്ഷൻസിന്റെ ഗ്രാഫ് നമുക്ക് നോക്കാം. ഗ്രാഫ് മാത്രം മതി, ആ ഒരു കോൺസെപ്റ്റ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതൊന്ന് എഴുതി വെക്കണം കേട്ടോ. ഒരു ഫംഗ്ഷൻ നിങ്ങൾ ടെക്സ്റ്റും കൂടി ഉപയോഗിക്കുക, നോട്ട് എഴുതാൻ നേരം ടെക്സ്റ്റും കൂടി ഉപയോഗിക്കുക. എക്സ് വൺ ലെസ് ദാൻ എക്സ് ടു ആണെങ്കിൽ എഫ് ഓഫ് എക്സ് വൺ ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ടു ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് എന്ന് പറയും. എഫ് ഓഫ് എക്സ് വൺ ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് ടു ആണെങ്കിൽ സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് എന്ന് പറയും. അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ആയാൽ അതിനെ ഇൻക്രീസിംഗ് എന്ന് പറയും. എഫ് ഓഫ് എക്സ് ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ആയാൽ അതിനെ ഡിക്രീസിംഗ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒരു 2-3 ഗ്രാഫ് പെട്ടെന്ന് വെറുതെ ഗ്രാഫ് മാത്രം ഒന്ന്, എൻ്റെ ഇവിടുത്തെ ബാക്കിയൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഇത് ഒരു ഫംഗ്ഷൻ നോക്കിക്കേ, എക്സിന്റെ വാല്യൂ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്നതോറും കൂടുകയാണ്. അപ്പൊ ഫംഗ്ഷന്റെ വാല്യൂ എന്ത് തന്നെ സംഭവിച്ചിട്ടുണ്ട്? സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണ്, കൂടുക മാത്രമാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതേസമയം വേറൊരു ഫംഗ്ഷൻ ഞാൻ കാണിക്കാം. ഇങ്ങനെയാണ് നോക്കാം. ഇത് ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ? ഇത് ഇൻക്രീസിംഗ് ആണ് അല്ലേ. ആ എക്സിന്റെ വാല്യൂ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്നതോറും ഫംഗ്ഷന്റെ വാല്യൂ കൂടിയാണ് വന്നത്. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഇവിടെ പെട്ടെന്ന് ഒരു കൂടൽ ഉണ്ടായിട്ടില്ല. ഈ ഒരു കുറച്ച് സ്ഥലത്ത് നമ്മുടെ ഫംഗ്ഷൻ വളരെ പതിയാണ് ചെയ്തത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇവിടെ എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ആകുന്ന ചില കേസസ് ഇതിനിടയ്ക്ക് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ദിസ് ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണ്. ഇത് വന്നാല് ഇതെന്ത് വരും? ഇത് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണ്. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ്. ഇനി ഒരു ഡിക്രീസിംഗ് വരയ്ക്കണമെങ്കിലോ അതിന് ഞാൻ എൻ്റെ താഴെ തന്നെ വരയ്ക്കാം. ഡിക്രീസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരുമായിരിക്കും? മേളില് നോക്കിക്കേ, നമ്മുടെ ഫംഗ്ഷൻ എക്സിന്റെ വാല്യൂ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോരും തോറും നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ കുറഞ്ഞു വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ദിസ് ഈസ് സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ നോക്കിക്കേ, ആ ഫംഗ്ഷന്റെ വാല്യൂ ഇവിടുന്ന് ഇങ്ങോട്ട് പോരും തോറും ഫംഗ്ഷന്റെ വാല്യൂ കുറഞ്ഞാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു കുറച്ച് സ്ഥലത്ത് എന്ത് സംഭവിച്ചിട്ടുണ്ട്? ആ ഫംഗ്ഷന്റെ വാല്യൂ സ്റ്റേബിൾ ആകാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ ഇവിടെ എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ആകാനുള്ള ഒരു സാധ്യത നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഇതെന്ത് പറയാൻ പറ്റും? ദിസ് ഇസ് എ ഡിക്രീസിംഗ് ഫംഗ്ഷൻ. കുറയുവാണ് ചെയ്തത്, പക്ഷെ ഈ ഒരു ഇന്റർവെല്ലില് ഫംഗ്ഷന്റെ വാല്യൂ എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടുയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് ഈസ് എ ഡിക്രീസിംഗ് ഫംഗ്ഷൻ. അപ്പം ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് ഇങ്ങനെ വരും. സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണെങ്കിൽ ഇവിടെ കൂടുതൽ മാത്രം ഉണ്ടാവാൻ പാടുള്ളൂ, ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല. ഇവിടെ ഒരു സ്മോൾ ചേഞ്ച് അവിടെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ആ ഒരു കണ്ടീഷൻ അവിടെ വരാൻ പാടില്ല. അപ്പൊ ഇങ്ങനെയാണ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ്, സ്ട്രിക്ട്ലി ഡിക്രീസിംഗ്, ഡിക്രീസിംഗ് ആ ഒരു രീതിയിലുള്ള ഫംഗ്ഷൻസിന്റെ ഏകദേശം ഒരു ഗ്രാഫ് വരിക. അതൊന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഇനി
ഇതൊന്നും അല്ലാത്ത ഫംഗ്ഷൻസും ഉണ്ടാകാം. ഇൻക്രീസിങ്ങും അല്ല ഡിക്രീസിങ്ങും അല്ല. നമ്മുടെ സൈൻ ഫംഗ്ഷൻ ഒന്ന് ഓർത്ത് നോക്കിക്കേ. സൈൻ ഫംഗ്ഷന്റെ ഗ്രാഫ് എങ്ങനെയാ എടുക്കാം? ആ സൈൻ ഫംഗ്ഷൻ ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. സൈനോ കോസോ അതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കേ, ഫംഗ്ഷന്റെ വാല്യൂ ഇവിടെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോകും അല്ലേ. അപ്പൊ ഇത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ? ഇവിടെ വരെ ഇൻക്രീസിങ് ആണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് കുറഞ്ഞ് ഇവിടെ വരെ വരുന്നുണ്ട്, വീണ്ടും ഇത് കൂടി വരുന്നുണ്ട് അല്ലേ. അപ്പൊ എക്സിന്റെ വാല്യൂ ഇങ്ങോട്ട് പോകും തോറും നമ്മുടെ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഡിക്രീസ് ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ ദിസ് ഫംഗ്ഷൻ ഈസ് നൈദർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ്. അപ്പൊ ആ ഒരു രീതിയിൽ വേണം നമ്മൾ. ഇനി ഒരു പർട്ടിക്കുലർ ഇന്റർവെലിൽ പറഞ്ഞാൽ നോക്കിക്കേ, ഈ ഒരു പർട്ടിക്കുലർ ഇന്റർവെലിൽ പറഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ് എന്ന് പറയാം. ഇത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഒരു പർട്ടിക്കുലർ ഇന്റർവെല്ലിൽ പറഞ്ഞ ഇത് ഡിക്രീസിങ് ആണെന്ന് പറയാം. അപ്പൊ നമ്മൾ ഈ ഫംഗ്ഷന്റെ ഡൊമൈനിൽ നമ്മൾ ഈ ഫംഗ്ഷൻ നൈദർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ് എന്നാണ് പറയുക. ഒരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചോളാം. അപ്പൊ ഇൻക്രീസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയേ ഉള്ളൂ, നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ എക്സിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ഫംഗ്ഷന്റെ വാല്യൂ കൂടുവാണെങ്കിൽ നമ്മൾ അതിനെ ഇൻക്രീസിങ് എന്ന് പറയും. കൂടുതൽ മാത്രമേ ഉള്ളെങ്കിലാണ് നമ്മൾ അതിനെ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്ന് പറയുക. കുറയുവാണെങ്കിൽ നമ്മുടെ ഡിക്രീസിങ് എന്ന് പറയും. ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. ഇനി നമ്മളിപ്പോ ഒരു ഡൊമൈനിൽ പറഞ്ഞു, ഒരു ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ടുള്ള ഡൊമൈനിൽ അത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് നോക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ഇനി എക്സ് നോട്ട് എന്ന് പറയുന്ന ഈ പോയിന്റിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമ്മുടെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഇതാണ്. എക്സ് നോട്ടിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സ്മോൾ ഓപ്പൺ ഇന്റർവെൽ, എക്സ് നോട്ടിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സ്മോൾ ഓപ്പൺ ഇന്റർവെൽ കൺസിഡർ ചെയ്യുക. സ്മോൾ ഓപ്പൺ ഇന്റർവെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്മോൾ ക്വാണ്ടിറ്റി എക്സ് നോട്ടിനെ കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോൾ ഓപ്പൺ ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ എക്സ് നോട്ടിൽ നിന്നൊരു -h, എക്സ് നോട്ടിൽ നിന്നൊരു -h ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും എടുത്തുകൊണ്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്മോൾ ഇന്റർവെൽ. ഇതാണ് എക്സ് നോട്ട് എന്ന് വിചാരിക്കുക. എക്സ് നോട്ടിലേക്ക് ഒരു h ഡിസ്റ്റൻസ്, ഈ ഒരു h ഡിസ്റ്റൻസിലുള്ളതിനെ നമ്മൾ എങ്ങനെ വിളിക്കും? എക്സ് നോട്ട് പ്ലസ് h എന്ന് വിളിക്കും. ഇനി ലെഫ്റ്റിലേക്ക് ആകുമ്പോൾ h ഡിസ്റ്റൻസ് വന്നതിന് നമ്മളതിനെ എക്സ് നോട്ട് മൈനസ് h എന്ന് വിളിക്കും അല്ലെ. അപ്പൊ ഈ ഒരു സ്മോൾ ഓപ്പൺ ഇന്റർവെല്ലില് ഈ പറയുന്ന കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഈ സ്മോൾ ഓപ്പൺ ഇന്റർവെല്ലിൽ നിന്ന് ഒരു x1ഉം x2ഉം എടുത്താൽ, അതായത് x1 x1 x2 belongs to this small open interval x0 h, x0 minus h, x0 plus h. ഈ ഇന്റർവെല്ലിലുള്ള x1 x2 എടുത്തിട്ട് x1 less than x2 ആണെങ്കിൽ, x1 less than x2 ആണെങ്കിൽ f of x1 less than f of x2 ആണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? x1 less than x2 ആയിട്ടുള്ള x1 x2 എടുത്തിട്ട് നമ്മൾ f of x1 less than f of x2 എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞ അതേ ഡെഫിനിഷൻ എന്ത് വരും? സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണെന്ന് വരും. അതേസമയം x1 less than x2ന് f of x1 less than or equal to f of x2 എന്ന് പറഞ്ഞാൽ അത് ഇൻക്രീസിംഗ് എന്ന് വരും. അതേസമയം ഇതേ x1നും x2നും ഫംഗ്ഷൻ f of x1 greater than f of x2 ആണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? അതിനെ സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് എന്ന് പറയും. ആ ഒരു രീതിയിൽ, അതായത് ബാക്കി ഇതിനു മുമ്പ് പറഞ്ഞ അതേ ഡെഫിനിഷൻ തന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്ന എവിടെയാണ്? ഏത് പോയിന്റിലാണോ ഇത് ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ നമുക്ക് അറിയേണ്ടത്, ആ ഒരു പർട്ടിക്കുലർ പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സ്മോൾ ഓപ്പൺ ഇന്റർവെല്ലിൽ ഈ പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ അതിനനുസരിച്ച് നമ്മുടെ ഈ ഫംഗ്ഷന്റെ ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെക്കാം. ഇനി നമുക്ക് ഒരു ചെറിയൊരു പ്രോബ്ലം, ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ എന്ന് നമുക്ക് നോക്കാൻ പാകത്തിന് ഒരു ചെറിയ പ്രോബ്ലം നമുക്ക് നോക്കാം. f of x equal to 7x minus 3. അപ്പൊ നമുക്ക് ഇതൊരു റിയൽ ഫംഗ്ഷൻ ആണെന്ന് അറിയാലോ അല്ലെ. നമ്മുടെ ഇപ്പൊ ഇതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. ഈ ഫംഗ്ഷൻ എല്ലാ റിയൽ നമ്പേഴ്സിനും ഡിഫൈൻ ആണ്, പോളിനോമിയൽ അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ലെറ്റ് x1 x2 belongs to R. നമ്മള് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ നിന്ന് 2 റിയൽ നമ്പേഴ്സ് എടുത്തു, സച്ച് ദാറ്റ് എങ്ങനെയുള്ള റിയൽ നമ്പേഴ്സ് ആണ്? x1 x2 തമ്മിലുള്ള ബന്ധം എന്താണ്? x1 ലെസ് ദാൻ x2, x1 x2വിനേക്കാൾ ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, x1 ലെസ് ദാൻ x2 ആണെങ്കിൽ ഉറപ്പായിട്ടും 7x1 ലെസ് ദാൻ 7x2 ആയിരിക്കും അല്ലേ. അപ്പൊ 2 ലെസ് ദാൻ 3 ആണെങ്കിൽ 2 ലെസ് ദാൻ 3 ആണെന്നുള്ള ആരും സംശയമൊന്നുമില്ല അല്ലെ. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും 7 into 2 ലെസ് ദാൻ 7 into 3 ആയിരിക്കും. ആ ഒരു ഇൻഇക്വാളിറ്റി, ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ലെറ്റ് x1 x2 belongs to R. R ന്ന് നമ്മൾ 2 നമ്പേഴ്സ് അല്ലെങ്കിൽ 2 എലമെന്റ്സ് എടുത്തു.
അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷനാണ് സച്ച് ദാറ്റ് x1 ലെസ് ദാൻ x2 വിച്ച് ഇംപ്ലൈസ് 7x1 ലെസ് ദാൻ 7x2. അപ്പൊ ഇവിടെ നമുക്കൊരു നമ്പർ ഉണ്ട്, അത് ഇതിനേക്കാൾ ചെറുതാണ് എന്നാണ് പറഞ്ഞത് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ എപ്പോഴും മനസ്സിലുണ്ടാവണം കേട്ടോ. 7x മൈനസ് 3 ആണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു 7x1 ലെസ് ദാൻ 7x2 ആണെങ്കിൽ ഉറപ്പായിട്ടും രണ്ടിടത്തുനിന്നും -3 സബ്സ്ട്രാക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും, ഈ ഇൻഇക്വാളിറ്റി തന്നെ ഹോൾഡ് ചെയ്യും അല്ലെ. അതായത് 7x1 മൈനസ് 3 ലെസ് ദാൻ 7x2 മൈനസ് 3 എന്ന് പറയാം. ഇനി 7x1 മൈനസ് 3 f ഓഫ് x ഈക്വൽ ടു 7x മൈനസ് 3 ആണെങ്കിൽ 7x1 മൈനസ് 3 നമുക്ക് എന്തെന്ന് എഴുതാം, f ഓഫ് x1 എന്ന് എഴുതാം. അതുപോലെ തന്നെ ഈ ലെസ് ദാൻ ഇവിടെ ഇങ്ങനെ തന്നെ എടുക്കട്ടെ, f ഓഫ് x2. അതായത് എങ്ങനെ വന്നു, x1 ലെസ് ദാൻ x2 ആണെങ്കിൽ f ഓഫ് x1 ലെസ് ദാൻ f ഓഫ് x2 എന്ന് നമുക്ക് കാണിക്കാൻ പറ്റി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ദിസ് ഫംഗ്ഷൻ ഈസ് എ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഫംഗ്ഷൻ. സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പക്ഷെ ഇപ്പൊ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ചെറിയൊരു ഫംഗ്ഷൻ ആണിത് അല്ലെ. നമുക്ക് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, ചിലപ്പം ക്യൂബിക് പോളിനോമിയൽസ് അങ്ങനെ ഹയർ ഡിഗ്രി പോളിനോമിയൽസ് ഒക്കെ നമുക്ക് കിട്ടാം. അപ്പൊ അത് ഈ പറയുന്നത് പോലെ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് വാല്യൂസ് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത്ര എളുപ്പത്തിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. ഇതിപ്പോൾ ഒരു മൾട്ടിപ്ലിക്കേഷനും ഒരു അഡീഷനും ഒക്കെ മാത്രമാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കത് ഈസി ആയിട്ട് ചെക്ക് ചെയ്യാമായിരുന്നു. അപ്പം ഇതിനേക്കാൾ വലിയ അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കൈകാര്യം ചെയ്യിച്ചിട്ട് ബുദ്ധിമുട്ടുള്ള ടൈപ്പ് ഫംഗ്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമുക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളിതിനെ ഡെറിവേറ്റീവ്സിന്റെ ടേമിൽ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മളൊരു തിയറം, നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു തിയറം ഉണ്ട്. നമുക്ക് ആ ഒരു തിയറത്തിലേക്ക് പോകാം. എഫ് ബി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. നമ്മൾ മീൻ വാല്യൂ തിയറവും റോൾസ് തിയറും ഒക്കെ ഡിഫൈൻ ചെയ്തപ്പോൾ പറഞ്ഞ അതേ കണ്ടീഷൻ. ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ വിച്ച് ഇസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് എ ബി, കണ്ടിന്യൂസ് on closed AB and differentiable on open interval AB. Continuous ആണ്, ഓപ്പൺ ഇന്റർവെല്ലില് ഡിഫറൻഷ്യബിളും ആണ്. ഡിഫറൻഷ്യബിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ അറിയാലോ അല്ലേ. ഡിഫറൻഷ്യബിൾ എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 3 കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. ഒന്നാമത്തെ കാര്യം, if f dash of x greater than 0, f dash of the function is strictly increasing. Strictly increasing ആയിരിക്കും. സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ കേസിൽ പറഞ്ഞിരിക്കുന്നത് if f dash of x, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് നെഗറ്റീവ് ആണെങ്കിൽ, ആ ഒരു വ്യത്യാസം നെഗറ്റീവ് ആണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു വരുന്നു എന്ന് തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ഇപ്പൊ f dash of x ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റുമായിരിക്കും, the function is strictly decreasing എന്ന് പറയാം. ഇനി മൂന്നാമത്തെ കേസ് എന്തായിരിക്കും, if f dash of x equal to 0, ലെസ് ദാൻ 0 ആയി, ഗ്രേറ്റർ ദാൻ 0 ആയി. ഇനി മൂന്നാമതുള്ളത് എന്താണ്, ഈക്വൽ ടു 0. അപ്പൊ നമ്മുടെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. ദ ഫംഗ്ഷൻ ഈസ് എ കോൺസ്റ്റന്റ് അല്ലെ. കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് മാത്രമേ നമുക്ക് 0 ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ f dash of x ഈക്വൽ ടു 0 ആണെങ്കിൽ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. അവിടെ നമുക്ക് ഡിക്രീസിംഗും അല്ല ഇൻക്രീസിംഗും അല്ല, കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ അങ്ങ് പോകുന്നേ ഉള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് 2 കാര്യങ്ങളാണ് നോക്കേണ്ടത്. നമ്മുടെ ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആയിരിക്കും. അതേപോലെ തന്നെ ഡെറിവേറ്റീവ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഇന്റർവെല്ലിലാണ് കേട്ടോ. എ ബി എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ x belongs to a b യില് f dash of x ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ ആ ഒരു പർട്ടിക്കുലർ ഇന്റർവെല്ലിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ f dash of x ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആയിരിക്കും. f dash of x ഈക്വൽ ടു 0 ആണെങ്കിൽ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഇതാണ് നമ്മൾ ആ തിയറത്തിൽ പഠിച്ചു വയ്ക്കാം. അതായത് നമ്മുടെ ഫംഗ്ഷൻ ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ ഡിഫറൻഷ്യബിളും ആണ്. അതുപോലെ തന്നെ ഈ ഇന്റർവെല്ലിൽ നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസും ആണെങ്കിൽ f dash of x ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മുടെ ഈ ഫംഗ്ഷൻ ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആയിരിക്കും. നമ്മൾ ഇത് വെച്ചിട്ടാണ് പ്രോബ്ലം ചെയ്യുന്നത് കേട്ടോ. സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആയിരിക്കും. നമ്മുടെ ഫംഗ്ഷന്റെ ഡൊമൈൻ എന്തും ആയിക്കോട്ടെ. അപ്പം നമ്മളുടെ f dash of x
എ ബി എന്ന് പറയുന്ന ഓപ്പൺ ഇന്റർവെല്ലിൽ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഈ എ ബിയിൽ നമ്മുടെ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ ഫംഗ്ഷൻ എഫ് ഡാഷ് ഓഫ് എക്സ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ എ ബി എന്ന് പറയുന്ന ഓപ്പൺ ഇന്റർവെല്ലിൽ നമ്മുടെ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആയിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എന്തിലേക്ക് പോകുന്നത്? നമുക്ക് തന്നിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഇൻക്രീസിംഗ് ആയിട്ടുള്ളത് എവിടെയൊക്കെയാണ് ഡിക്രീസിംഗ് ആയിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പൊ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ദി ഫംഗ്ഷൻ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x³ minus 3x² plus 4x where x belongs to r. x belongs to r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ ഡൊമൈൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണെന്നാണ് തന്നില്ലേ, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഓൺ ആർ, ഇത് ഇൻക്രീസിംഗ് ആണ് എന്ന് കാണിക്കാൻ മാത്രം നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇതിന് ഒത്തിരി വലിയ പ്രൊസീജിയേഴ്സ് ഒന്നും ആവശ്യമില്ല. ആദ്യമേ ചെയ്യേണ്ടത് എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ഇതിനകത്ത് 3 ടേംസ് ആണുള്ളത്. ഓരോന്നിന്റെയും ഡെറിവേറ്റീവ് കാണുക, സം ചെയ്യുക. x³ ഡെറിവേറ്റീവ് എന്താണ്? 3x² മൈനസ് 3x² ഡെറിവേറ്റീവ് 3 into 2 6 ആണ്. എക്സിന്റെ പവർ 1 കുറച്ച് എഴുതുക. അപ്പൊ 6x പ്ലസ് 4 എന്ന് നമുക്ക് ഇതിനെ കിട്ടും. ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആയി. ഇനി നമ്മൾ ഇവിടെ ഒരു ചെറിയ റീഅറേഞ്ച്മെന്റ് ചെയ്യുമ്പോൾ ഈ രണ്ട് ടേംസിൽ 3 കോമൺ ആണ്. അപ്പൊ നമുക്ക് 3യെ കോമൺ ആയിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ 3 into x² മൈനസ് 2x എന്ന് എഴുതാം അല്ലേ? x² മൈനസ് 2x പ്ലസ് 4 എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു 3 into നമുക്ക് ഇതിനെ ഒരു സ്ക്വയർ ടേമിലേക്ക്, അതായത് x² മൈനസ് 2x പ്ലസ് 1 ആണെങ്കിൽ x മൈനസ് 1 ഹോൾ സ്ക്വയർ നമുക്ക് ഇത് എഴുതാം അല്ലെ? അപ്പൊ നമുക്ക് ഇതിനെ ഇവിടെ ഒരു എന്ത് ചെയ്യാം? x² മൈനസ് 2x പ്ലസ് 1 ഞാനിവിടെ കൊടുക്കുവാണ്. പ്ലസ് 1 കൊടുത്താൽ എന്താണ് പ്രത്യേകത? നമ്മൾ ഇവിടെ പ്ലസ് 1 കൊടുത്താൽ ഇക്വേഷന്റെ ബാലൻസ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മൈനസ് 1 കൂടി കൊടുക്കണം, പ്ലസ് 4 വിച്ച് ഇസ് ഈക്വൽ ടു 3 into ഇനി ഇത്രയും മതി, നമുക്ക് ഉള്ളിൽ ഇത്രേ ആവശ്യമുള്ളൂ. അപ്പം x² മൈനസ് 2x പ്ലസ് 1 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇവിടെ ഒരു മൈനസ് 1 ഉണ്ട്. മൈനസ് 1 നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? 3 into മൈനസ് 1. അപ്പൊ മൈനസ് 3 പ്ലസ് 4 എന്ന് നമുക്ക് കിട്ടും അല്ലെ? വിച്ച് ഇസ് ഈക്വൽ ടു, ഇനി നമുക്ക് ഇതിനെ എഴുതാം 3 into x² മൈനസ് 2x പ്ലസ് 1നെ x മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലെ? 3 into x മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് നോക്കിയ മൈനസ് 3 പ്ലസ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് 1 കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ടേം, അതായത് എഫ് ഡാഷ് ഓഫ് എക്സിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്തു. ഇനി ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു എക്സ് എടുത്തിട്ടുണ്ടെങ്കിലും ഈ വാല്യൂവിനെ കുറിച്ച് ഇതിനെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? എനിക്ക് ഒരു സ്ക്വയർ ടേമിനോട് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആഡ് ചെയ്തിരിക്കുകയാണ് അല്ലെ? നമുക്കറിയാം ഒരു റിയൽ നമ്പർ അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഇവിടെ കിട്ടുന്ന എക്സിന് എന്ത് വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു റിയൽ നമ്പർ ആണ് കിട്ടുക. ആ റിയൽ നമ്പറിന്റെ സ്ക്വയർ എപ്പോഴും എന്തായിരിക്കും? ആ ഒരു റിയൽ നമ്പറിന്റെ സ്ക്വയർ നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ അത് പോസിറ്റീവ് തന്നെ വരുള്ളൂ. ഇവിടെ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്, അതിനോട് നമ്മൾ വേറൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ 0 ഫോർ ഓൾ എക്സ് എന്ന് പറയാം അല്ലെ? അപ്പൊ ഫോർ ഓൾ എക്സ് എന്ന് പറഞ്ഞാൽ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ. അപ്പൊ നമ്മളിപ്പോ ചെയ്തു വന്നത് ഇതാണ്, നമ്മുടെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ആർ എന്ന് കാണിച്ചു. അപ്പോൾ എല്ലാ എക്സുകൾക്കും നമ്മുടെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? Therefore, we can conclude that the given function is strictly increasing on R. ഓക്കെ, അപ്പൊ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ആകെ ചെയ്യാനുള്ളൂ. ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് അത് നമുക്ക് തന്നിരിക്കുന്ന ഡൊമൈനിൽ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും എന്ന് കാണിക്കുക. ഇനി ഡിക്രീസിംഗ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ഷോ ദാറ്റ് ഡിക്രീസിംഗ് എന്ന് പറയുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് നെഗറ്റീവ് ആകും എന്ന് കാണിക്കണം. ഇനി എപ്പോഴും നമുക്ക് ഈ ഒരു ടൈപ്പ് ആയിരിക്കണം എന്ന് നിർബന്ധമില്ല, ഇത് ഇൻക്രീസിംഗ് ആണെന്ന് കാണിക്കാൻ. ഇനി ഏതൊക്കെ ഇന്റർവെൽസിലാണ് തന്നിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആവുക ഡിക്രീസിംഗ് ആവുക, ആ ഒരു രീതിയിലായിരിക്കും നമ്മളോട് ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഇന്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x² മൈനസ് 4x പ്ലസ് 6 ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് സ്ട്രിക്ട്ലി ഡിക്രീസിംഗ്. അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ഫുൾ ഇൻക്രീസിംഗും അല്ല ഡിക്രീസിംഗും അല്ല, കുറച്ച് ഭാഗത്ത് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗും ബാക്കി ഒരു കുറച്ച് ഭാഗത്ത് സ്ട്രിക്ട്ലി ഡിക്രീസിംഗും ആണ് എന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ഇൻക്രീസിംഗ് ആണ് എന്ന് കാണിക്കാൻ പറയാൻ പറ്റത്തില്ല.
ഡിക്രീസിങ് ആണെന്ന് കാണിക്കാനും പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യമേ ചെയ്യേണ്ട കാര്യം ഇതുപോലെ തന്നെ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 6 ആയതുകൊണ്ട് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞതിന്റെ ഡെറിവേറ്റീവ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 2x ആണ്, മൈനസ് 4xന്റെ ഡെറിവേറ്റീവ് 4 ഇൻറ്റു എക്സിന്റെ പവർ 1 മൈനസ് 1 0 ആയി പോക്കോളും, പ്ലസ് 6 എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0. അപ്പൊ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x മൈനസ് 4 എന്ന് വന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0യും ലെസ് ദാൻ 0യും ഒക്കെ ആകുന്നത് എവിടെയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ എന്ത് ചെയ്യാൻ പോവാണ്, എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആകുന്ന പോയിന്റ്സ് നമ്മളോട് കണ്ടുപിടിക്കാൻ പോവാണ്. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, 2x മൈനസ് 4 ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് 2x മൈനസ് 4 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 2x is equal to 4 implies x equal to 4/2 which is equal to 2. അതായത് x equal to 2 എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മുടെ ഫംഗ്ഷൻ എന്താവുന്നത്, ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആകുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ടുള്ള സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിലാണ് അല്ലേ. അതുകൊണ്ട് നമ്മൾ ഈ റിയൽ ലൈനെ രണ്ടായിട്ട്, ഇപ്പൊ ഇവിടെ x is equal to 2 എന്ന് പറഞ്ഞ ഒറ്റ ഒരു പോയിന്റേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് 2 എന്ന് പറയുന്ന പോയിന്റ് നമ്മളിവിടെ മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇനി നമ്മൾ ഈ ഇന്റർവെല്ലിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്. 2 എന്ന് പറയുന്ന പോയിന്റിന്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും എന്ന് പറഞ്ഞ്, അതായത് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും എന്ന് പറഞ്ഞ് നമ്മൾ ഈ ഇന്റർവെല്ലിനെ ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഈ 2വിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള ഓപ്പൺ ഇന്റർവെൽസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, നമ്മൾ ലാസ്റ്റ് പറഞ്ഞ തിയറി അനുസരിച്ച്. അപ്പം 2വിന്റെ ലെഫ്റ്റിലുള്ള ഓപ്പൺ ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ ഏതാണ്, -∞ to. അതുപോലെ തന്നെ 2വിന്റെ റൈറ്റിലുള്ള ഓപ്പൺ ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ to ∞. കാരണം എന്താണ്, x ഈക്വൽ ടു 2വില് നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. അവിടെ നമ്മുടെ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആണ്. x is equal to 2വില് നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ, ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതിയാവും, ഈ 2വിന്റെ ലെഫ്റ്റിലും റൈറ്റിലുള്ള ഈ ഇന്റർവൽസിൽ നമ്മുടെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിന്റെ സ്വഭാവം നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ ഇനി നമുക്ക് വേണ്ടത്, ഇനി നമ്മളൊരു ടേബിൾ വരച്ചിട്ട് ആ ടേബിളിലാണ് ഇതിന്റെ സ്വഭാവം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമേ ഇന്റർവെൽ, നമുക്ക് ഏതൊക്കെയാണ് ഇന്റർവെൽസ് ഉള്ളത്, -∞ to എന്ന് പറയുന്ന ഒരു ഇന്റർവെൽ ഉണ്ട്, അതുപോലെ തന്നെ to ∞ എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഇന്റർവെലും ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് സൈൻ ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സിന്റെ സൈൻ. ഈ ഇന്റർവെല്ലിൽ എഫ് ഡാഷ് ഓഫ് എക്സിന്റെ സൈൻ എന്താണ്, ഈ ഇന്റർവെല്ലില് എഫ് ഡാഷ് ഓഫ് എക്സിന്റെ സൈൻ എന്താണ്. ഇനി ഓഫ് ഫംഗ്ഷൻ, നേച്ചർ ഓഫ് ദി ഫംഗ്ഷൻ എഫ്. അപ്പൊ ഈ സ്വഭാവം അനുസരിച്ച്, അല്ലെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണോ ലെസ് ദാൻ 0 ആണോ അത്രയും മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആണോ ഗ്രേറ്റർ ദാൻ 0 ആണോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഈ ഫംഗ്ഷന്റെ സ്വഭാവം അല്ലെങ്കിൽ നേച്ചർ ഓഫ് ദി ഫംഗ്ഷനും കൂടി നമ്മളിവിടെ എഴുതി വെക്കണം. അപ്പൊ ആദ്യമേ നമ്മൾ ചെയ്യാൻ പോകുന്നത് -∞ 2വില് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് സംഭവിക്കും, അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് 2x മൈനസ് 4 ആണ്. എക്സിന് 2വിന്റെ ലെഫ്റ്റിൽ മുതലുള്ള ഏതൊരു പോയിന്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഫംഗ്ഷൻ എന്ത് സംഭവിക്കും, 2വിന്റെ ലെഫ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2വിനേക്കാൾ ചെറിയ വാല്യൂസ് ആണ് അല്ലെ. 2വിനേക്കാൾ ചെറിയ വാല്യൂസ് ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ നോക്കിയാൽ അറിയാം, എക്സിന് 2 കൊടുത്താൽ ഈ ഭാഗം 0, ഈ ഭാഗം 4 ആവും. ഇപ്പൊ 4 മൈനസ് 4 0 ആയി പോകും അല്ലെ. ഇപ്പൊ 2വിനേക്കാൾ ചെറിയൊരു വാല്യൂ ആണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് 4നേക്കാൾ ചെറുതായിരിക്കും. 4നേക്കാൾ ചെറുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 4നേക്കാൾ ചെറിയ വാല്യൂ നിന്ന് 4 സബ്സ്ട്രാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. ഇപ്പൊ നമുക്ക് 1 കൊടുത്തു നോക്കാം, 2 × 1 2 കിട്ടും, 2 - 4 -2 കിട്ടും. ഇനി അതിനേക്കാൾ ചെറിയ ചെറിയ വാല്യൂസ് 2വിന്റെ ലെഫ്റ്റിലേക്ക് എന്ന് പറയുമ്പോൾ പിന്നെ ഈ 0 കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്താണുള്ളത്, നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. ഇപ്പൊ 2ന്റെ നെഗറ്റീവ് നമ്പേഴ്സ് പിന്നെ ഒരു മൈനസും കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ടോട്ടലി ഈ ഒരു ടേം എന്തായി പോകും, നെഗറ്റീവ് ആകാനാണ് സാധ്യത. അതായത് ലെസ് ദാൻ 0, എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0. എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് ഫംഗ്ഷന്റെ നേച്ചറിനെ കുറിച്ച് എന്ത് പറയാം, സ്ട്രിക്ട്ലി ഡിക്രീസിങ്. മനസ്സിലായോ? ഇനി അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും നോക്കിക്കേ, രണ്ടാമത്തെ ഇന്റർവെല് to ∞ ആണ്. അതായത് 2വിന്റെ റൈറ്റിലേക്കുള്ള വാല്യൂസ്, അതായത് 2വിനേക്കാൾ കൂടിയ വാല്യൂസ് മാത്രമാണ് നമുക്ക് ഇവിടെ എക്സിനുള്ളൂ. അപ്പൊ 2 കൊടുത്താൽ 0 ആകും. 2വിനേക്കാൾ തൊട്ടടുത്ത് ഇപ്പൊ 3 എന്ന് എടുക്കാം, 2 × 3 6 ആണ്. 6 - 4
ടു ആണല്ലേ, 2 ഗ്രേറ്റർ ദാൻ 0. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതുപോലെ ഈ ഇന്റർവെല്ലിലുള്ള 2വിന്റെ റൈറ്റിലേക്ക് വരുന്ന ഏതൊരു നമ്പർ എടുത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഇവിടെ കിട്ടുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ടേം, ഈ ഒരു ഫംഗ്ഷൻ എന്തായി പോകും? എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആകും. പോസിറ്റീവ് അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആകും. എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഏതൊക്കെ ഇന്റർവൽസിലാണ് ഡിക്രീസിങ്, ഏതൊക്കെ ഫംഗ്ഷൻ ഇന്റർവൽസിലാണ് ഡിക്രീസിങ് എന്നറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണുക. ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആകുന്ന പോയിന്റ്സ് വെച്ച് നമ്മുടെ റിയൽ ലൈനിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് ഡിഫറെന്റ് ഇന്റർവൽസ് ആക്കുക. ആ ഓരോ ഇന്റർവൽസിലും നമ്മുടെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിന്റെ സൈൻ കണ്ടുപിടിക്കുക. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, ഗ്രേറ്റർ ദാൻ 0 ആണോ ലെസ് ദാൻ 0 ആണോ നോക്കുക. ആ പറയുന്ന നേച്ചർ ഓഫ് അല്ലെങ്കിൽ സൈൻ ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് വെച്ച് നമുക്ക് ഫംഗ്ഷന്റെ നേച്ചർ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. സെയിം ക്വസ്റ്റ്യൻ ആണ്, ഫംഗ്ഷൻ മാത്രമേ അറിയിട്ടുള്ളൂ. ഫൈൻഡ് ദ ഇന്റർവൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x³ മൈനസ് 6x² മൈനസ് 72x പ്ലസ് 30 ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് സ്ട്രിക്ട്ലി ഡിക്രീസിങ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് സെയിം പ്രൊസീജിയറിലാണ് നമുക്ക് ഫോളോ ചെയ്യേണ്ടത്. എങ്ങനെ വരും? എഫ് ഡാഷ് ഓഫ് എക്സ് ആദ്യം കണ്ടുപിടിക്കണം. എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x³ ഡെറിവേറ്റീവ് 4 × 3 12 x³ പവർ, എക്സിന്റെ പവർ 1 കുറച്ച് 2 മൈനസ് 6 × 2 12 വരും. എക്സിന്റെ പവർ അവിടെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ ഈ എക്സ് മൈനസ് 72 × എക്സിന്റെ ഡെറിവേറ്റീവ് 1. അപ്പൊ എഫ് ഡാഷ് ഓഫ് എക്സ് കിട്ടിക്കഴിഞ്ഞു. ഈ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആകുന്ന പോയിന്റ്സ് നമുക്ക് ഇവിടെയും കണ്ടുപിടിക്കണം. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇംപ്ലൈസ്, നമുക്ക് ഇവിടെ നോക്കിക്കേ, ഇവിടെ എല്ലാത്തിനകത്തും ഒരു 12 കോമൺ ആയിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് 12നെ നമുക്ക് കോമൺ ആയിട്ട് അവിടെ സെറ്റ് എടുക്കാം. അപ്പൊ എന്ത് കിട്ടും? 12 × x² മൈനസ് എക്സ് മൈനസ് 6 ടൈംസ് 12 ആണ് 72 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പൊ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 12 × x² മൈനസ് എക്സ് മൈനസ് 6 ഈസ് ഈക്വൽ ടു 0, വിച്ച് ഇംപ്ലൈസ് നോക്കിക്കേ 12 നോക്കിക്കേ x² മൈനസ് എക്സ് മൈനസ് 6നെ നമുക്ക് ഒന്ന് ഫാക്ടറൈസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്താണ് വേണ്ടത്? കൂട്ടുമ്പോൾ -1ഉം ഗുണിക്കുമ്പോൾ -6ഉം. അപ്പൊ നമുക്കറിയാം എക്സ് -3ഉം എക്സ് +2 എടുത്താൽ മതിയോ അല്ലെ. -3 + 2 -1 വരും. -3 × 2 -6 വന്നോളൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. ദിസ് ഇംപ്ലൈസ് 12 × x - 3 × x + 2 is equal to 0. അപ്പം 12 × x - 3 × x + 2 is equal to 0 ആകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം x is equal to 3 or -2. അതായത് നമ്മുടെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആകുന്ന രണ്ട് വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇതൊക്കെ എല്ലാവർക്കും അറിയാലോ അല്ലേ. ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഫസ്റ്റ് ഇയർ മുതൽ പറയുന്നതാണ്. അപ്പൊ ഇനി ഈ ഒരു രീതിയിൽ ഫാക്ടറൈസ് ചെയ്യാൻ അറിയത്തില്ലാത്തവർ എന്ത് ചെയ്യണം? x is equal to -b plus or minus root of b² - 4ac divided by 2a എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ കൊടുത്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ച് ഇങ്ങനെ എഴുതിയാലും മതിയാവും. ഓക്കെ, അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ റിയൽ ലൈനെ ഈ എക്സ് വെച്ചിട്ട് നമുക്ക് ഒന്ന് ഡിവൈഡ് ചെയ്യാം. ഏറ്റവും ലെഫ്റ്റിൽ കിടക്കുന്ന പോയിന്റ് ഇതാണ് -2, പിന്നെയുള്ളത് 3. അപ്പൊ എത്ര ഇന്റർവൽസ് വരുന്നുണ്ട് നോക്കിക്കേ. -2ന്റെ ലെഫ്റ്റിലേക്ക് അപ്പൊ -∞ -2 ഒരു ഇന്റർവെലായി. അടുത്തത് -2 3 എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഇന്റർവെലായി. മൂന്നാമത്തേത് 3 ∞. ഈ 3 ഇന്റർവെൽസ് ഐഡന്റിഫൈ ചെയ്യാം. ഇനി ചെയ്യേണ്ടത് എന്താണ്? അവിടെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിന്റെ വാല്യൂ, ഡെറിവേറ്റീവിന്റെ സൈൻ അറ്റ് ദീസ് ഇന്റർവെൽസ് നമുക്ക് ടേബിൾ വരയ്ക്കാം. ടേബിളിൽ എന്തൊക്കെ വേണ്ടത്? ഇന്റർവെൽസ്, സൈൻ ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ്, പിന്നെ വേണ്ടത് നേച്ചർ ഓഫ് എഫിന്റെ നേച്ചർ. ഇന്റർവൽസ് നമ്മുടെ കയ്യിലുള്ളത് -∞ -2, പിന്നെയുള്ളത് -2 3. എല്ലാം ഓപ്പൺ ഇന്റർവൽസ് ആണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞായിരുന്നു -2ലും 3ലും ഒക്കെ നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. ഇനി ഗ്രേറ്റർ ദാൻ 0യും ലെസ് ദാൻ 0യും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എവിടെ ആകുന്നത് അല്ലെ. അപ്പൊ -2 3 ആയി. പിന്നെയുള്ളത് 3 ∞. ഈ 3 ഇന്റർവൽസിൽ നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ നോക്കണം. ഫംഗ്ഷന്റെ വാല്യൂ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പം നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് വെച്ചിരുന്നായിരുന്നു. എങ്ങനെയായിരുന്നു? 12
എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 2. ഇത് വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യുന്നതാണ് എളുപ്പം. അല്ല ഓരോന്നിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. അപ്പൊ നമ്മൾ ഇനി നോക്കുന്നത് എവിടെയാണ്, ഞാൻ ഇച്ചിരി കൂടി കാണാവുന്നിടത്ത് എഴുതാം. 12 ഇൻറ്റു എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 2. ഇതാണ് നമ്മളുടെ ഡെറിവേറ്റീവ്. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് എഫ് ഡാഷ് ഓഫ് എക്സ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മൈനസ് ഇൻഫിനിറ്റിക്കും -2നും ഇടയ്ക്കുള്ള എക്സ് വാല്യൂസിൽ നമ്മളുടെ ഈ ഡെറിവേറ്റീവിന് എന്ത് സംഭവിക്കുന്നു. അതായത് എക്സിന്റെ വാല്യൂ നെഗറ്റീവ് ആണ്, അതുപോലെ തന്നെ -2വിനേക്കാൾ ചെറുതുമാണ്. -2വിനേക്കാൾ ചെറുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കും, -2 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗം 0 ആകും അല്ലെ. -2വിനേക്കാൾ ചെറിയ ഒരു വാല്യൂ ഇവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം നെഗറ്റീവോട് കൂടി വലിയൊരു സംഖ്യയാണ് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ -3 അല്ലെ. -3 + 2 കൊടുത്തുമ്പോൾ ഈ ഭാഗം എന്താകും, ഇത് നെഗറ്റീവ് ആകും അല്ലെ, ഇത് നെഗറ്റീവ് ആകും. ഇനി അതുപോലെ തന്നെ അതേ വാല്യൂ ഇവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് നെഗറ്റീവ് സംഖ്യ, -2വിന്റെ ലെഫ്റ്റിലുള്ള ഏത് സംഖ്യ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവിടെയും കിട്ടുന്നത് എന്ത് തന്നെയാണ്, നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് വിച്ച് ഇസ് പോസിറ്റീവ് അല്ലെ എന്ന് പറഞ്ഞാൽ വരും ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇങ്ങനെ വേണം ഇവിടെ എഴുതാൻ, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അത് അവിടെ വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തു, സൈൻ ഓഫ് എന്ന് പറഞ്ഞ് ഇവിടെ അത് ആഡ് ചെയ്തോളൂ. സൈൻ ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് നമ്മുടെ കയ്യിലുള്ളത്, 12 ഇൻറ്റു എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 2 സോറി എക്സ് പ്ലസ് 2. ഇതിന്റെ സൈനാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇനി നേച്ചർ ഓഫ് എഫിന്റെ നേച്ചർ. ഓക്കെ. അപ്പൊ ഒന്നാമത്തേത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തേത് നോക്കിക്കേ, -2നും 3ക്കും ഇടയിലുള്ളതാണ്. -2നും 3ക്കും ഇടയിൽ എന്ന് പറഞ്ഞാൽ -2വിനേക്കാൾ വലുതും 3യേക്കാൾ ചെറുതുമാണ്. 3യേക്കാൾ ചെറുതായിട്ടുള്ള ഏതൊരു സംഖ്യ കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ഭാഗത്തിന് എന്ത് സംഭവിക്കും, 3യേക്കാൾ ചെറുതായിട്ടുള്ള ഏത് സംഖ്യ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവിടെ നമുക്ക് കിട്ടുന്നത് നെഗറ്റീവ് ആയിരിക്കും അല്ലെ. നെഗറ്റീവ് ഇൻറ്റു ഇവിടെ എന്ത് സംഭവിക്കും, -2വിനേക്കാൾ വലുതാണ്. അപ്പൊ -2 എന്നുണ്ടെങ്കിലാണ് ഈ ഭാഗം 0 ആയിപ്പോളൂ. അപ്പൊ -2വിനേക്കാൾ വലുതാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന ക്വാണ്ടിറ്റീസ് പോസിറ്റീവ് ആകും അല്ലെ. -2വിനേക്കാൾ വലുത് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ -1 എടുത്ത് നോക്കാം. -1 + 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വരും. അപ്പൊ പോസിറ്റീവ് ആണ്. വീണ്ടും ഇപ്പുറത്തോട്ട് 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ +2 കിട്ടും. അതിനിടയ്ക്ക് ഡെസിമൽസ് ഒക്കെ ഉണ്ട് കേട്ടോ, എന്നാലും ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പം എക്സിന്റെ വാല്യൂ -2വിന്റെ റൈറ്റിലാണെങ്കിൽ ഈ ഭാഗം എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അതേസമയം -3യുടെ ലെഫ്റ്റിലാണെങ്കിൽ ഈ ഭാഗം എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് വരും വിച്ച് ഇസ് ലെസ് ദാൻ 0. ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് കൂടെ വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ്, അതിനെ നമ്മൾ ലെസ് ദാൻ 0 എന്ന് വിളിക്കും. ഇനി 3 ഇൻഫിനിറ്റി, 3ക്കും ഇൻഫിനിറ്റിക്കും ഇടയ്ക്കാണെങ്കിൽ 3ക്കും ഇൻഫിനിറ്റിക്കും ഇടയ്ക്ക് 3യേക്കാൾ വലുതാണ് അല്ലേ. ഇപ്പൊ എക്സിന്റെ വാല്യൂ 3യേക്കാൾ വലുതാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും, ഇപ്പൊ ഇവിടെ 4 - 3 പോസിറ്റീവ് ആണ് വരിക. അപ്പൊ ഈ ടേം പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ എക്സിന്റെ വാല്യൂ 3യേക്കാൾ വലുത് 2വിനേക്കാൾ വലുതാണെങ്കിൽ തന്നെ ഇത് പോസിറ്റീവ് ആവും. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും, ഇതും പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പോസിറ്റീവ് ആണ് വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0. അപ്പൊ ഇത്രേ ഉള്ളൂ. നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സിന്റെ സൈൻ എല്ലാ സ്ഥലങ്ങളിലും, അതായത് നമ്മുടെ കയ്യിലുള്ള 3 ഇന്റർവെൽസിലും നമ്മുടെ എഫ് ഡാഷ് ഓഫ് എക്സിന്റെ സൈൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ എഫ് ഡാഷ് ഓഫ് എക്സിന്റെ സൈൻ വെച്ചിട്ട് നേച്ചർ ഓഫ് എഫ് നമുക്ക് എഴുതണം. എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിങ്, ഞാൻ അങ്ങനെയാണ് കേട്ടോ എഴുതുന്നുള്ളൂ, നിങ്ങൾ എഴുതുമ്പോൾ നന്നായിട്ട് എഴുതുക. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. ഇവിടെ ലെസ് ദാൻ 0 ആണെങ്കിൽ സ്ട്രിക്ട്ലി ഡിക്രീസിങ്, ഇൻക്രീസിങ് ഞാൻ എഴുതേക്കാം, ഡിക്രീസിങ്. വീണ്ടും ഇവിടെ ഗ്രേറ്റർ ദാൻ 0 ആണ്, അതുകൊണ്ട് ഇവിടെ എന്താണ്, സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. അപ്പൊ ഇത് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എത്തി. പക്ഷെ നമ്മൾ ആൻസർ ഒന്ന് എടുത്തെഴുതണം. ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് on the intervals -∞, -2 and 3 infinity. ഈ രണ്ട് ഇന്റർവൽസിലും നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണ്. whereas the given function is strictly decreasing on the interval -2 3. അപ്പൊ അങ്ങനെ കൺക്ലൂഷനും കൂടി എഴുതി കഴിയുമ്പോഴാണ് നമ്മുടെ പ്രോബ്ലം അവസാനിക്കുക. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്താണ്, പ്രൂവ് ദാറ്റ് ദി ഫംഗ്ഷൻ ഗിവൺ ബൈ f of x is equal to cos x. cos x ന്റെ ഗ്രാഫ് നമുക്കറിയാം അല്ലെ.
കോസെക്സിന്റെ ഗ്രാഫ് ഇൻക്രീസിങ്ങോ അല്ല ഡിക്രീസിങ്ങോ അല്ലാത്ത ഗ്രാഫാണ് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ. പക്ഷെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇത് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഓൺ 0π എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണെന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ π2π എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 0-2π നൈദർ ഇൻക്രീസിങ് നോട്ട് ഡിക്രീസിങ് എന്ന് കാണിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പോർഷൻ ശരിക്കും വല്ല നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം 0ക്കും π-ക്കും ഇടയ്ക്ക് ഡിക്രീസിങ്ങും π-ക്കും 2π-ക്കും ഇടയ്ക്ക് ഇൻക്രീസിങ്ങും ആണെങ്കിൽ ഇപ്പൊ രണ്ടും കൂടെ വന്നു 0 മുതൽ 2π വരെ ഇൻക്രീസിങ്ങും ഡിക്രീസിങ് കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? നൈദർ ഇൻക്രീസിങ് നോട്ട് ഡിക്രീസിങ് എന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ബൈ പാർട്ട് എ ആൻഡ് ബി the given function is neither increasing nor decreasing on 0-2π എന്ന് കൺക്ലൂഷൻ എഴുതിയാൽ മതിയാവും. പക്ഷെ നമുക്ക് ഇത് രണ്ടും പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിന് തൊട്ട് മുമ്പ് ചെയ്തതുപോലെ തന്നെ നമ്മുടെ ഫംഗ്ഷൻ f(x) = cos x ആണ്. f' cos x ന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം -sin x ആണ്. ഇപ്പൊ ഇവിടെ നമുക്ക് f'(x) = 0 എന്ന പോയിന്റ് ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഏത് ഇന്റർവെല്ലിലാണ് ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഓൾറെഡി തന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ നോക്കേണ്ടത് 0ക്കും π-ക്കും ഇടയിൽ നമ്മുടെ ഈ f'(x) എന്ത് സംഭവിക്കുന്നു? 0ക്കും π-ക്കും ഇടയിൽ നമ്മുടെ യൂണിറ്റ് സർക്കിൾ അറിയാമെങ്കിൽ അത് മതിയാവും. യൂണിറ്റ് സർക്കിളില് സെക്കൻഡ് കോർഡിനേറ്റ്സ്, അതായത് യൂണിറ്റ് സർക്കിളിന്റെ 1 0 0 1 -1 0 0 -1 ഈ പോയിന്റ്സ് വെച്ചിട്ടാണ് നമ്മൾ സൈനിന്റെയും കോസിന്റെയും വാല്യൂസ് നമുക്ക് അറിയാവുന്നത് അല്ലേ? അപ്പൊ ഇവിടെ നോക്കിയാൽ മതി, സൈനിന്റെ വാല്യൂ ഇതിന്റെ സെക്കൻഡ് കോർഡിനേറ്റ്സ് ആണ്. അപ്പൊ സെക്കൻഡ് കോർഡിനേറ്റ്സ് നോക്കിയാൽ അറിയാം 0ക്കും π-ക്കും ഇടയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സൈനിന്റെ വാല്യൂ എന്ത് സംഭവിക്കുന്നു? സൈനിന്റെ വാല്യൂ 0ൽ നിന്ന് 1 വരെ എത്തിയിട്ട് 1ൽ നിന്ന് 0യിലേക്ക്. അപ്പൊ അവിടെ ഒരിക്കലും നെഗറ്റീവ്സ് വരുന്നില്ല. അതായത് ഇവിടെ നമ്മുടെ പോസിറ്റീവിൽ കൂടി തന്നെയാണ് നമ്മുടെ ഫംഗ്ഷൻ. 0 to 1 1 to 0. 0ക്കും 1നും ഇടയ്ക്കുള്ളതെല്ലാം പോസിറ്റീവ് ആണ്. 1നും 0ക്കും ഇടയ്ക്കുള്ളതെല്ലാം പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, we know that sin x is greater than 0 for all x belongs to 0π. 0ക്കും π-ക്കും ഇടയ്ക്കുള്ള എല്ലാ വാല്യൂസിനും, എല്ലാ x വാല്യൂസിനും sin x greater than 0 ആണ്. പക്ഷെ നമ്മളുടെ f'(x) therefore f'(x) which is equal to -sin x is less than 0 for all x belongs to open interval 0π. മനസ്സിലായോ? നമ്മുടെ സൈൻ ഫംഗ്ഷൻ ഓപ്പൺ ഇന്റർവൽ 0πയിൽ പോസിറ്റീവ് ആണ്. പക്ഷെ നമ്മുടെ f'(x) എന്ന് പറയുന്നത് -sin ആണ്. ഇത് പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 0 ആകും. therefore the given function is strictly decreasing on open interval 0π. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മൾ അത് ഇത്രയും കാര്യം ഐഡന്റിഫൈ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ പാർട്ട് എ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. പാർട്ട് എക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ എഴുതേണ്ടതെന്ന് മനസ്സിലായല്ലോ അല്ലെ? we know that sin x greater than 0 for all x belongs to 0π. അത് അറിയാമെങ്കിലാണ് പെട്ടെന്ന് അങ്ങനെ എഴുതി വെക്കാൻ പറ്റുള്ളൂ. നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ സെയിം ആയിരിക്കണം നിർബന്ധമില്ല. ഇതാണ് ഇതിന്റെ മെത്തേഡ്. ഇനി ബി പാർട്ടിലേക്ക് പോകാൻ എന്ത് ചെയ്താൽ മതിയാവും? ബി പാർട്ടിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? π-ക്കും 2π-ക്കും ഇടയ്ക്ക് f'(x) എന്ത് സംഭവിക്കുന്നത് നമുക്ക് ഇനി നോക്കണം. π-ക്കും 2π-ക്കും ഇടയ്ക്ക്, അതായത് ഇതാണ് π അല്ലേ? π-ൽ നിന്ന് 2π വരെ വരുമ്പോഴേക്കും നമ്മളുടെ സൈൻ ഫംഗ്ഷന്റെ വാല്യൂ എങ്ങോട്ടേക്കാണ് പോകുന്നത്? സെക്കൻഡ് കോർഡിനേറ്റ് ആണ്. 0ൽ നിന്ന് -1ലേക്ക് പോയിട്ട് -1ൽ നിന്ന് വീണ്ടും 0യിലേക്ക്. ഇതുണ്ടോ? 0ൽ നിന്ന് -1ലെത്തി, -1ൽ നിന്ന് 0യിലേക്ക്. അപ്പൊ 0ക്കും -1നും ഇടയ്ക്കുള്ള നമ്പേഴ്സ് എല്ലാം നെഗറ്റീവ്സ് ആണ്, നമുക്കറിയാം അല്ലെ? 0ക്കും -1നും ഇടയ്ക്കുള്ളത് നെഗറ്റീവ്സ് ആണ്. അതുപോലെ തന്നെ -1നും 0ക്കും ഇടയ്ക്കുള്ളതും നെഗറ്റീവ്സ് തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു ഇന്റർവെല്ലിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ബി പറയുമ്പോൾ we know that sin x is less than 0. 0ക്കും -1നും 0ക്കും ഇടയ്ക്കുള്ള എല്ലാ വാല്യൂസും നെഗറ്റീവ് ആണ്. അതുകൊണ്ട് π-ക്കും 2π-ക്കും ഇടയ്ക്കുള്ള എല്ലാ x വാല്യൂസിനും sin x less than 0 ആണ്. എവിടെയാണ്? for all x belongs to open interval π-2π. therefore അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും f'(x) is equal to -sin x is greater than, sin x less than 0 ആണെങ്കിൽ -sin x എന്ത് വരും? greater than 0 for all x belongs to π
2π. പൈക്കും 2πയ്ക്കും ഇടയ്ക്കുള്ള എല്ലാ x വാല്യൂസിനും നമ്മളുടെ ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് നമ്മുടെ ഫംഗ്ഷൻ ഈ ഒരു ഇന്റർവെല്ലിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണ്. ഓക്കെ, അപ്പൊ നമ്മള് ഫംഗ്ഷൻ ഈ ഒരു ഇന്റർവെല്ലിൽ സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആണെന്ന് പ്രൂവ് ചെയ്തു. അതുപോലെ തന്നെ ഈ ഇന്റർവെല്ലിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണെന്ന് പ്രൂവ് ചെയ്തു. Therefore നമുക്ക് പാർട്ട് സി പ്രൂവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? Then by part A and B we can conclude that the given function is neither increasing nor decreasing on the interval 0 to π. കൺക്ലൂഷൻ അങ്ങനെ എഴുതി വെക്കുക. അപ്പൊ ഇതാണ് നമ്മളുടെ ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്ത് ഒരു ഫംഗ്ഷൻ തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആണോ ഇൻക്രീസിംഗ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള മെത്തേഡ്. അപ്പൊ നിങ്ങൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. ഇനിയും കൂടുതൽ പ്രോബ്ലംസ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ സെക്ഷനിൽ നിന്ന് എല്ലാ വർഷവും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. സാധാരണയായിട്ട് എല്ലാ വർഷവും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഈ സെക്ഷനിലെ പ്രോബ്ലം ചെയ്യാം. അടുത്ത സെക്ഷനിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.